രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നോ പൊതുഭരണത്തിൽ നിന്നോ മനഃപൂർവ്വം വിട്ടുനിൽക്കുകയും അതിൽ ഒരു നിസ്സംഗത കാണുകയും അതിൽ തീരെ ഒരു ഇഷ്ടം കാണിക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്നതുമായ ഒരു പ്രക്രിയയാണ്, ഒരു മാനസികാവസ്ഥയാണ് അരാഷ്ട്രീയവാദം, അപ്പൊളിറ്റിക്കലിസം. ഇത് വെറും ഒരു നിസ്സംഗതയല്ല. ചിലപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ ബോധത്തോടുള്ളൊരു വിയോജിപ്പോ എതിർപ്പോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധവുമായിരിക്കാം. പലരും അഭിമാനത്തോടെ പറയാറുണ്ട് ഞാൻ അപ്പൊളിറ്റിക്കലാണെന്നുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊന്നും ശരിയല്ല, എല്ലാ പൊളിറ്റിക്കൽ ഐഡിയോളജികളും മോശമാണ് എന്ന രീതിയിലുള്ള വാദങ്ങൾ നിലവിൽ ഒരുപാട് ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, നാം ധരിക്കുന്ന വസ്ത്രത്തിൽ, വാഹനത്തിലടിക്കുന്ന പെട്രോളിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരെ ഈ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ആകത്തുകയുണ്ട്. സമൂഹത്തിലെ ഏറ്റവും വലിയ നിരക്ഷരൻ രാഷ്ട്രീയ നിരക്ഷരനാണ്. അയാളൊന്നും കാണുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, തൻ്റെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഒന്നും അയാൾ അറിയുന്നില്ല. എനിക്ക് രാഷ്ട്രീയത്തോട് വെറുപ്പാണെന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ച് നടക്കുന്ന ഒരു വിഡ്ഢിയാണ് അയാൾ. അയാളുടെ രാഷ്ട്രീയ അജ്ഞതയിൽ നിന്നാണ് കള്ളന്മാരും കൊള്ളക്കാരും അഴിമതിക്കാരും ദാരിദ്ര്യവും എല്ലാം ഉണ്ടാകുന്നത്. എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. പലസ്തീനിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ഒരാളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള ഉത്തരം അല്ലെങ്കിൽ നിലപാടുണ്ടാകും. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും. അരാഷ്ട്രീയതയുടെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴൊക്കെ അവിടെ ഏകാധിപതികളും അഴിമതിക്കാരും വർദ്ധിക്കും. നമ്മുടെ റോഡുകൾ മോശമാകുമ്പോൾ, ദാരിദ്ര്യം വർദ്ധിക്കുമ്പോൾ, നികുതി വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ മൗനം അത് ചെയ്യുന്നവർക്കുള്ള ഒരു ലൈസൻസാണ്. യോഗ്യരായവർ മാറി നിൽക്കുമ്പോൾ അയോഗ്യരായവർ ഭരിക്കുമെന്നുള്ളത് വെറുമൊരു പഴഞ്ചൊല്ലല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഖുദാനെ ആജ് തക് ഇസ് ഖൗം കി ഹാലത്ത് നഹി ബദലി നഹോ ജിസ്കോ ഖയാൽ ആപ് അപ്നി ഹാലത്ത് ബദൽനെ കാ. സ്വയം മാറണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു ജനതയുടെ വിധി ദൈവം ഇന്നേ വരെ മാറ്റിക്കൊടുത്തിട്ടില്ല. സത്യത്തിൽ അരാഷ്ട്രീയവാദിയായിരിക്കുക എന്നുള്ളത് ഒരു പ്രിവിലേജാണ്. കഴിക്കാൻ 3 നേരവും ഭക്ഷണം ലഭിക്കുമ്പോൾ, താമസിക്കാൻ വീടുണ്ടാകുമ്പോൾ, അനീതികളൊന്നും നേരിടാത്തപ്പോൾ നമുക്ക് രാഷ്ട്രീയമില്ലാതെ ജീവിക്കാം. എന്നാൽ വിശക്കുന്നവന് രാഷ്ട്രീയം പറഞ്ഞേ മതിയാകും. വീടില്ലാത്തവന് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടി വരും. അനീതി നേരിട്ടവന് രാഷ്ട്രീയം നിർബന്ധമായും സംസാരിക്കേണ്ടി വരും. അവരുടെ രാഷ്ട്രീയത്തെ പുച്ഛിക്കുന്നത് ക്രൂരതയാണ്. ഓട്ടോ റെനെ കസില്ലോ എന്ന കവിയുടെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ എന്ന കവിതയിൽ പറയുന്ന പോലെ ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ ഈ രാഷ്ട്രത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. ഏകാന്തവും ചെറുതുമായ ഒരു ജോല കണക്കെ രാജ്യം നശിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ചോദ്യം ചെയ്യപ്പെടും. ജനാധിപത്യത്തിൽ പൗരൻ ഉറങ്ങുമ്പോൾ ഏകാധിപത്യം ഉണരും.